നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുണ്യം നിറഞ്ഞ കർക്കിടക മാസം പിറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേയുള്ളൂ. കേരളത്തിൽ ഇനി രാമായണ പാരായണത്തിൻ്റെ നാളുകളാണ് വരാൻ പോകുന്നത്. പഞ്ഞക്കർക്കിടകം, കള്ളക്കർക്കിടകം എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന കർക്കിടക മാസം ഇപ്പോൾ പുണ്യ കർക്കിടക മാസമാണ്. രാമകഥാശീലുകൾ മുഴങ്ങുന്ന ദിവസങ്ങളിലൂടെയാണ് ഇനി കേരളത്തിലെ എല്ലാ ഹൈന്ദവ ഭവനങ്ങളും കടന്നു പോകുക. മാത്രമല്ല, രാമകഥയുടെ പുണ്യം വിളിച്ചോതിക്കൊണ്ട് ഇനി 30 ദിവസത്തേക്ക് വീടുകളിൽ രാമായണ പാരായണവും നടക്കും. പവിത്രമായ 2 ഇതിഹാസങ്ങളിൽ അതീവ ശ്രേഷ്ഠമായ ഒന്നാണ് ആദികാവ്യമായ രാമായണം. ഓം നമോ നാരായണ എന്ന അഷ്ടാക്ഷരി മന്ത്രത്തിലെ ബീജാക്ഷരമായ രായും നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിലെ ബീജാക്ഷരമായ മായും ചേർന്ന ശൈവ വൈഷ്ണവ ചൈതന്യ സ്വരൂപമായ രാമന്റെ ദിവ്യചരിതവും ഒപ്പം അക്ഷരങ്ങളാൽ ഭൂലോകം, ഭൂവർലോകം, സ്വർഗലോകം എന്നീ ത്രിലോകങ്ങളെയും സംബന്ധിക്കുന്ന ദേവമാതാവായ ഗായത്രിയുടെയും സ്ഥൂലരൂപവും സമന്വയിക്കുന്ന ഭാരതീയ പൈതൃകത്തിലെ അക്ഷയമായ പുണ്യമാണ് ഈ മഹത് ഗ്രന്ഥം. കർക്കിടക മാസത്തിലെ പുണ്യകർമ്മമായ രാമായണ പാരായണത്തിന് കൃത്യമായ ചിട്ടകളുണ്ട്. അവ എന്തെല്ലാമാണ്? രാമായണ പാരായണത്തിന് മുൻപ് ചൊല്ലേണ്ട ശ്ലോകം ഏതാണ്? ഓരോ ദിവസവും ഏതെല്ലാം ഭാഗമാണ് പാരായണം ചെയ്യേണ്ടത്? ഇങ്ങനെ വീട്ടിൽ ചിട്ടയോടുകൂടി എങ്ങനെയാണ് രാമായണം പാരായണം ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ ഹൈപ്പ് ചെയ്യുവാനും മറന്നു പോകരുത്. 2026 ജൂലൈ 17-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഇത്തവണത്തെ കർക്കിടക മാസം ആരംഭിക്കുന്നത്. കർക്കിടക മാസത്തിൽ വീട്ടിൽ രാമായണം പാരായണം ചെയ്യുന്നത് വളരെ പുണ്യമായ ഒരു കർമ്മമായാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇത് കൃത്യമായ ചിട്ടകളോടും ഭക്തിയോടും കൂടി ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ പൂർണ്ണഫലം ലഭിക്കുകയുള്ളൂ. വീട്ടിൽ രാമായണം പാരായണം ചെയ്യുമ്പോൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. രാമായണം എല്ലായിടത്തും വായിക്കാവുന്ന ഒരു ഗ്രന്ഥമാണെങ്കിലും നമ്മുടെ വീട്ടിൽ അതിൻ്റേതായ നിഷ്ഠകൾ പാലിച്ചുകൊണ്ട് തന്നെ വേണം പാരായണം ചെയ്യുവാൻ. ഭക്തിയോടുകൂടി രാമായണം പാരായണം ചെയ്യുന്നതിലൂടെ വീട്ടിൽ ഐശ്വര്യവും ശ്രേയസ്സും നാൾക്ക് നാൾ വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഹിന്ദു ഭവനങ്ങളിലും രാമായണം നിർബന്ധമായും ഉണ്ടാകേണ്ടതാണ്. ഇനി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ രാമായണം പാരായണം ചെയ്യാവുന്നതാണ്. നമ്മുടെ മക്കളെയും ചെറുപ്രായത്തിൽ തന്നെ ഇത് പരിശീലിപ്പിക്കേണ്ടതുമാണ്. രാമായണം പാരായണം ചെയ്യുന്നവർ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണക്രമവും ശുദ്ധിയും തന്നെയാണ്. പാരായണം ചെയ്യുന്നവർ കർക്കിടക മാസത്തിൽ നിർബന്ധമായും നോൺ വെജ് ഒഴിവാക്കേണ്ടതാണ്. കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് മനഃശുദ്ധിയോടെ വേണം ഗ്രന്ഥം കയ്യിലെടുക്കുവാൻ. ഇനി പാരായണത്തിന് ഏറ്റവും ഉത്തമമായ സമയം രാത്രി 7 മണി മുതൽ 10 മണി വരെയുള്ള ദുർഗായാമമാണ്. ത്രിസന്ധ്യയ്ക്കും രാവിലെ 11:30 മുതൽ 12:30 വരെയുള്ള ജ്യേഷ്ഠയാമത്തിലും രാമായണം പാരായണം ചെയ്യുവാൻ പാടില്ല. ഇനി പാരായണം ചെയ്യുമ്പോൾ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് പാരായണം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ സൗകര്യാർത്ഥം കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞിരിക്കുന്നതിലും തെറ്റില്ല. അതുപോലെ തന്നെ ഒരിക്കലും വെറും നിലത്തിരുന്ന് പാരായണം ചെയ്യരുത്. പായയോ പലകയോ വിരിപ്പോ വിരിച്ച് അതിന്മേലിരുന്നാണ് പാരായണം ചെയ്യേണ്ടത്. ഇനി രാമായണ ഗ്രന്ഥം വെറും നിലത്ത് വയ്ക്കുവാനും പാടില്ല. മുന്നിൽ ഒരൽപ്പം ഉയർന്ന പീഠത്തിലാണ് രാമായണം വെക്കേണ്ടത്. ഇനി ഗ്രന്ഥം വെക്കുന്ന ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ പീഠം ഇല്ല എങ്കിൽ അങ്ങനെയുള്ളവർ ഒരു തളികയിൽ, അതായത് ബ്രാസിൻ്റെ തളികയിൽ രാമായണം വെച്ച് വായിക്കാവുന്നതാണ്. രാമായണം പാരായണം ചെയ്യുമ്പോൾ മുന്നിൽ കത്തിച്ചു വെച്ച നിലവിളക്ക് ഉണ്ടാവണം. വിളക്കിൽ പാർവതി പരമേശ്വരന്മാരും ഗണപതിയും ഹനുമാനും മറ്റെല്ലാ ദേവതകളും സാന്നിധ്യം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിലവിളക്കിൽ
നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് ഭദ്രദീപം കൊളുത്തി രാമായണം പാരായണം ചെയ്യാവുന്നതാണ്. കുളി കഴിഞ്ഞ് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പൂജാമുറിയിൽ ശ്രീരാമചന്ദ്രൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ പട്ടാഭിഷേകത്തിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് മുൻപാകെ ദീപം തെളിയിച്ച് മനഃശുദ്ധിയോടെ വേണം രാമായണം കയ്യിലെടുക്കുവാൻ. ഗ്രന്ഥത്തിൽ തൊട്ടു വന്നിച്ച് ആദ്യം ശ്രീരാമസ്തുതികൾ ചൊല്ലണം. പിന്നീട് പാരായണം തുടങ്ങാവൂ. പാരായണത്തിന് മുൻപ് തുളസി ഇലകൾ കൊണ്ട് വിളക്കു പൂജ ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇനി വായിച്ചു തുടങ്ങുമ്പോൾ തുഞ്ചത്താചാര്യനെ പ്രണമിക്കുന്ന സാനന്ദഋപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യ പത്മേശ്വര വിശ്വരൂപം നമാമി തുഞ്ചത്തെഴു മാര്യപാദം എന്ന ധ്യാന ശ്ലോകം ചൊല്ലേണ്ടതാണ്. അതിനുശേഷം ഗുരു, ഗണപതി, സരസ്വതി, പാർവതി, ശ്രീ മഹാദേവൻ, വിഷ്ണു, ഹനുമാൻ തുടങ്ങിയവരുടെ ധ്യാന ശ്ലോകങ്ങളും ചൊല്ലേണ്ടതാണ്. രാമായണത്തിലെ ഓരോ ഭാഗം പാരായണം ചെയ്യുമ്പോഴും അതിനനുസൃതമായ ഫലങ്ങൾ കൈവരുമെന്നാണ് വിശ്വാസം. ഇനി വായന തുടങ്ങുന്നത് വലത്തെ പേജിൽ നിന്നായിരിക്കണം. അതുപോലെ അവസാനിപ്പിക്കുന്നത് വലത്തെ പേജിൽ തന്നെയാകുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇടത്തെ പേജ് ജ്യേഷ്ഠയും വലത്തെ പേജ് ലക്ഷ്മിയുമാണ് എന്നാണ് സങ്കല്പം. അതുപോലെ തന്നെ അശുഭകരമായ ഭാഗങ്ങളിൽ വായന നിർത്തരുത്. പകരം ശുഭകരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ തത്വോപദേശങ്ങളോ പറയുന്നിടത്ത് വേണം വായന നിർത്തേണ്ടത്. ഇനി ഓരോ ദിവസത്തെയും വായനയ്ക്ക് ശേഷം ഏകശ്ലോക രാമായണം ചൊല്ലുന്നതും ഒരു തുളസിക്കതിർ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നതും ഉത്തമമാണ്. വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരാൾ വായിക്കുകയും മറ്റുള്ളവർ അത് കേൾക്കുകയും ചെയ്യുന്നത് കുടുംബത്തിൽ ഐശ്വര്യവും ഐക്യവും ഉണ്ടാക്കുവാൻ അത് സഹായിക്കുന്നതാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ വായന മുടങ്ങിയാൽ പിറ്റേന്ന് അതുകൂടി ചേർത്ത് വായിക്കാവുന്നതാണ്. 24,000 ശ്ലോകങ്ങളാണ് രാമായണത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായി രാമായണം ഒരാവർത്തി വായിക്കുവാൻ 10 മണിക്കൂർ എടുക്കും. അത് കണക്കാക്കി ഒരു ദിവസത്തിൽ ശരാശരി 20 മിനിറ്റ് വെച്ച് പാരായണം ചെയ്യാവുന്നതാണ്. ശ്രീരാമന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള പൂർവ്വ രാമായണമോ അതല്ലെങ്കിൽ അശ്വമേധം വരെയുള്ള ഉത്തര രാമായണമോ വായിക്കാവുന്നതാണ്. ഇതിൽ ഏതാണ് നിങ്ങൾ വായിക്കണമെന്നത് ആദ്യം തന്നെ തീരുമാനിക്കുക. പിന്നീട് കർക്കിടകം 1 മുതൽ 31 വരെ ഓരോ ഭാഗം പാരായണം ചെയ്യാവുന്നതാണ്. കർക്കിടകത്തിലെ പാരായണത്തിന് ഒരു വിഷയക്രമമുണ്ട്. 15-ാം ദിവസം ബാലിവധം, 25-ാം ദിവസം കുംഭകർണവധം, 28-ാം ദിവസം രാവണവധം, 30-ാം ദിവസം പട്ടാഭിഷേകം എന്നിങ്ങനെയാണത്. ഇനി ഓരോ ദിവസവും വായന കഴിഞ്ഞാൽ വീഡിയോയിൽ കാണുന്ന ഈ ഏകശ്ലോക രാമായണം നിർബന്ധമായും ചൊല്ലിയിരിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ദിവസം രാമായണം വായിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഏകശ്ലോക രാമായണം ചൊല്ലിയാൽ മതിയാകും. ഇനി കർക്കിടക മാസത്തിൽ ഓരോ ദിവസവും പാരായണം ചെയ്യേണ്ട ക്രമം അല്ലെങ്കിൽ പാരായണം ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 1-ാം ദിവസം രാമായണ മാഹാത്മ്യം, 2-ാം ദിവസം ശ്രീരാമാവതാരം, 3-ാം ദിവസം വിശ്വാമിത്രാഗമനം, താടകാവധം, യാഗരക്ഷ, 4-ാം ദിവസം അഹല്യാമോക്ഷം, സീതാ സ്വയംവരം, 5-ാം ദിവസം പരശുരാമ ദർശനം, അയോധ്യാവാസം, 6-ാം ദിവസം അഭിഷേക വിഘ്നം, 7-ാം ദിവസം ശ്രീരാമന്റെ വനയാത്ര, 8-ാം ദിവസം ഗുഹസംഗമം, 9-ാം ദിവസം ചിത്രകൂട പ്രവേശം, ഭരതാഗമനം, 10-ാം ദിവസം പാതുക പട്ടാഭിഷേകം, 11-ാം ദിവസം ദണ്ഡകാരണ്യ പ്രവേശം, അഗസ്ത്യസ്തുതി, 12-ാം ദിവസം ജടായു സംഗമം, പഞ്ചവടിവാസം, ശൂർപ്പണഖാഗമനം, 13-ാം ദിവസം സീതാപഹരണം, 14-ാം ദിവസം ജടായുമോക്ഷം, ശബരിമുക്തി, 15-ാം ദിവസം ഹനുമത് സംഗമം, സുഗ്രീവ സഖ്യം, ബാലിവധം, 16-ാം ദിവസം താരോപദേശം, സീതാന്വേഷണ ആരംഭം, 17-ാം ദിവസം സ്വയം പ്രഭാചരിതം, സമുദ്ര ലംഘനം, 18-ാം ദിവസം ലങ്കാദഹനം, 19-ാം ദിവസം സമുദ്ര തീരപ്രാപ്തി,
20-ാം ദിവസം വിഭീഷണ ശരണാഗതി, 21-ാം ദിവസം രാമേശ്വര പ്രതിഷ്ഠ, 22-ാം ദിവസം സേതുബന്ധനം, 23-ാം ദിവസം ലങ്കാവിവരണം, 24-ാം ദിവസം യുദ്ധാരംഭം, 25-ാം ദിവസം കുംഭകർണവധം, നാരദസ്തുതി, 26-ാം ദിവസം മേഘനാദവധം, രാവണയുദ്ധം, 27-ാം ദിവസം അഗസ്ത്യാഗമനം, ആദിത്യസ്തുതി, 28-ാം ദിവസം രാവണവധം, വിഭീഷണ പട്ടാഭിഷേകം, 29-ാം ദിവസം സീതാസ്വീകരണം, മടക്കയാത്ര, ഭരത സംഗമം, 30-ാം ദിവസം അയോധ്യാപ്രവേശം, പട്ടാഭിഷേകം. കർക്കിടക മാസത്തിലെ രാമായണ പാരായണം പൂർത്തിയായാൽ രാമായണത്തിലെ സീത രാമാദി സകല ദേവതകളും പട്ടാഭിഷേക രൂപത്തിൽ വരുന്ന ഒരു വർഷക്കാലം മുഴുവൻ ഞങ്ങളുടെ ഉള്ളിൽ സാന്നിധ്യം ചെയ്യണേ എന്ന പ്രാർത്ഥനയോടെ ഓരോരുത്തരും രാമായണം ഇരു കൈകളുടെയും വിരൽ തുമ്പുകളാൽ തൊട്ട് നേത്രങ്ങളിൽ വെച്ച് തൊഴുത് നമസ്കരിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. രാമായണ പാരായണം പൂർത്തിയാകുമ്പോൾ സാധുക്കൾക്ക് അന്നദാനമോ അല്ലെങ്കിൽ ഗ്രന്ഥദാനമോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി ഓരോരുത്തരുടെയും കഴിവിന് അനുസരിച്ചുള്ള പൂജകൾ നടത്തുന്നതും നല്ലതാണ്. പുണർദം നക്ഷത്ര ദിവസവും പട്ടാഭിഷേകം പാരായണം ചെയ്യുമ്പോഴും 31-ാം തീയതി പാരായണം അവസാനിക്കുമ്പോഴും കഴിവിനനുസരിച്ചുള്ള പൂജകൾ ചെയ്താൽ കൂടുതൽ ഫലം ലഭിക്കും. കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിലൂടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും പോസിറ്റീവ് എനർജിയും നിറയുന്നതാണ്. രാമായണം, ഭാഗവതം പോലെയുള്ള മഹത് ഗ്രന്ഥങ്ങൾ നമ്മുടെ വീട്ടിൽ വെറുതെ സൂക്ഷിക്കാതെ അതിൻ്റെ അർത്ഥമറിഞ്ഞ് അത് പാരായണം ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ പൂർണ്ണ ഫലവും നമുക്ക് വന്നു ചേരുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇത്തവണ ഈ കർക്കിടക മാസത്തിൽ വീട്ടിൽ രാമായണം പാരായണം ചെയ്യുക. എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും പരിപൂർണമായ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.